പിങ്കി ഓ നീ പോയി പെട്ടെന്ന് റെഡിയാക്കേ. എന്തിനാ അമ്മ? നമ്മള് സിനിമയ്ക്ക് പോവുക. ആണോ? ഏത് സിനിമയ്ക്കാ? ഏതെങ്കിലും നല്ല പടത്തിന് പോവാ. എന്നാലേ നമുക്ക് വോൾവറൈൻ കാണാൻ പോവാ. എന്ത് റെയിന്? വോൾവറൈൻ. അത് ഇംഗ്ലീഷ് സിനിമ, അടിപൊളി സിനിമയാ. അയ്യടാ, അതൊന്നും വേണ്ട. നമുക്ക് ഏതെങ്കിലും നല്ലൊരു മലയാള പടം തന്നെ കണ്ടാൽ മതി. പിന്നെ വോൾവറൈന് എന്തിനാ അമ്മ? എന്താ അമ്മ വോൾവറൈൻ കാണാൻ പോ? വോൾവറൈൻ എന്താ നിന്റെ കുഞ്ഞമ്മയുടെ മോനോ? നീ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുത്തിയിട്ട് ഞാനും അച്ഛനും കൂടെ പോവും. റൂഡമ്മ. എന്തമ്മ? റൂഡമ്മ. അതെന്തമ്മ? ഡ്രസ്സോ? വേഗം പോയി റെഡിയാവും. ഞാൻ റെഡി ആയിക്കോളാം. ബുക്ക് മൈ ഷൂ. അതെ, ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അത് എന്റെ തലയിൽ വെക്കണ സ്വഭാവം ഉണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിക്കോണം. അതിന് ഞാനെന്ത് ചെയ്തു? അവർക്ക് ഒന്നും അറിഞ്ഞൂടാ. ഒരെണ്ണം ഇങ്ങോട്ട് തന്നോണ്ടല്ലോ. നീ അല്ലേ സിനിമയ്ക്ക് പോകേണ്ട പ്ലാൻ ഇട്ടത്? അത് ഞാനാ. പിന്നെ എന്തിനാ താഴെ ഞാൻ ഇട്ടെന്ന് പറഞ്ഞത്? ഞാൻ നോക്കിയപ്പോഴേ ഇത്രയും സേഫ് ആയിട്ടുള്ള തല വേറെ ഇല്ല, അതുകൊണ്ട് ഇട്ടതാ. എല്ലാവർക്കും എന്ത് പ്രശ്നം വന്നിട്ടാലും വന്ന് കയറാനുള്ള തലയാണല്ലോ എന്റെ. അങ്ങോട്ട് കൊണ്ട. മോള് റെഡി ആയിക്കൊണ്ടിരിക്കുക. അവളെന്തിനാ ഇപ്പോഴേ റെഡി ആവണേ? അവള് മാത്രല്ല, നമ്മളും റെഡിയാവും. ഇപ്പൊ പോവും. എടി, സിനിമ വൈകുന്നേരം അല്ലേ ഉള്ളൂ, ഇപ്പോഴേ എന്തിനാ റെഡി ആവണത്? അതായത് ഏട്ടാ, നമുക്ക് ആദ്യം മോളിൽ പോണം. മോളിൽ പോയിട്ട് എനിക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ മോക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണം. അത് കഴിയുമ്പോഴത്തേക്ക് ഉച്ചയാവും. നമുക്ക് വിശക്കൂലേ? അപ്പൊ ഫുഡ് കോർട്ടിൽ കഴി ഫുഡും കഴിച്ച് ഇറങ്ങി വരുമ്പോഴത്തേക്ക് സിനിമ തുടങ്ങാനുള്ള സമയമാവും. സിനിമ കാണും. അപ്പൊ സിനിമ കാണുന്നത് മാത്രമല്ല അജണ്ടയിലുള്ളത്. നമ്മളൊരു വഴിക്ക് പോകാൻ നേരത്തെ എല്ലാം നടത്തിക്കൊണ്ട് തിരിച്ചു വരുന്നു. എന്നാലേ ആ പരിപ്പ് ഈ കലത്തിൽ വേവില്ല. എനിക്ക് ഓഫീസിൽ കുറച്ച് പണികളുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം നമ്മൾ സിനിമയ്ക്ക് പോകണം. അതെന്തൊരു പോക്കേട്ടാ. അങ്ങനെ പോവാൻ പറ്റൂ. ഏത് സമയത്ത് തന്നെ എപ്പോ ഒരുങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓഫീസിൽ പോണം. ഇനിയിപ്പോ വൈകുന്നേരം തന്നെ പോവാ, അല്ല എന്ത് ചെയ്യാനാ? അമ്മ, ഞാൻ റെഡിയായി. റെഡിയായോ? സുന്ദരിയായിട്ടുണ്ട്. കളല്ലേ? നിക്ക് നേരെ കയറി കിടന്നുറങ്ങിക്കോ. ഉറങ്ങാനാണോ എന്റെ അടുത്ത് റെഡി ആവാൻ പറഞ്ഞേ? പോയി ഉറങ്ങിക്കോ. കിണുങ്ങല്ലേ, പോയി കിടന്നുറങ്ങ്. ഞാൻ ഇറങ്ങിയേട്ടാ. റെഡിയായ? താണ്ടേ ഈ 200 രൂപ നീ കമ്പനിലോട്ട് പോകണ വഴിക്ക് ഷിബുവിന്റെ കടയിലൊന്ന് ഏൽപ്പിച്ചേക്ക് കേട്ടാ. ഞാൻ അതുവഴിയല്ല പോണത്. അതുവഴിയല്ലേ? പിന്നെ ഏത് വഴിയാണ് കമ്പനി പോണത്? അതുവഴി തന്നെയാണ് പോണത്. ഞാൻ അമ്മയെ കാണാൻ വേണ്ടി പോകുന്നു. ഞാൻ കമ്പനി ഇപ്പൊ പോണില്ല. അങ്ങനെ കാണാനാ? അമ്മയ്ക്ക് എന്നൊന്ന് കാണണോ? ആടെ പ്രതീഷ് മോൻ അറിഞ്ഞ വഴക്കുണ്ടാക്കും കേട്ടാ. പ്രതീക്ഷ അറിയുന്നില്ല ഞാൻ പോണത്. ആ ലക്ഷ്മി വിളിച്ച് എന്ത് ചെയ്യും? പറഞ്ഞു കൊടുക്കിട്ട്. അതുകൊള്ള ഞാൻ ആ പാടി കയറൂലെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്തിനാണ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണത്? നിനക്ക് അവന്റെ അടുക്ക ചോദിച്ചിട്ട് പോയാൽ എന്തിനാണ് കുഴപ്പം? എന്റെ അമ്മ പ്രതീക്ഷനോട് ചോദിച്ച പ്രതീക്ഷ വിടൂല. അതുകൊണ്ടാ. പ്രതീക്ഷന്റെ അവിടുത്തെ വാശി കാണിക്കുമ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റുമോ? എനിക്ക് ആ പാത്രത്തിനൊന്നും വിഷമിക്കാൻ പറ്റൂല. അപ്പൊ പോണ്ടാന്ന് വെക്കണം. പറ്റൂല അമ്മ. എന്നെ കാണാൻ വേണ്ടി അമ്മ അവിടെ കാത്തിരിക്കുകയാണ്. ഞാൻ പോണം. എന്തെങ്കിലും ചെയ്. പിന്നെ മുറിയിൽ കുറച്ച് തുണി കിടക്കണം, അതൊന്ന് മടക്കി വയ്ക്കണേ. തുണിയില് ഒരു കാര്യം ചെയ്യരുത്. എന്റെ കാലം കഴിഞ്ഞ് ഇവളൊക്കെ എങ്ങനെ ജീവിക്കുമെന്തോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.